തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകത തന്നെയാണ്. കേരള നിയമസഭയിൽ ആദ്യമായി ഒരു ബി.ജെ.പി. എം.എൽ.എ. ഉണ്ടായത് നേമം നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. 2016-ൽ ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാൽ നേമം മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു. മണ്ഡലം രൂപീകരിച്ചതു മുതൽ കോൺഗ്രസും CPM-ഉം മാറി മാറി വിജയിച്ചു വരുന്ന ഒരിടം. ആ ഇടത്തിൽ ആദ്യമായി ഒരു ബി.ജെ.പി. നേതാവ് മത്സരിച്ച് വിജയിച്ചു. നേമം മണ്ഡലം രൂപീകരിച്ചത് മുതൽ എന്ന് പറഞ്ഞാൽ 2006 മുതൽ. 2011-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM-ലെ വി. ശിവൻകുട്ടിയായിരുന്നു അവിടെ വിജയിച്ചത്. തൊട്ടടുത്ത തവണ, അതായത് 2016, ബി.ജെ.പി. CPM-ൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്തു. എന്നാൽ 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മണ്ഡലത്തിൽ തോറ്റു. വീണ്ടും CPM മണ്ഡലത്തിൽ വിജയിക്കുകയായിരുന്നു. നേമം മണ്ഡലത്തിലെ എം.എൽ.എ. ആയി CPM-ലെ വി. ശിവൻകുട്ടി മാറുകയും തുടർന്ന് രണ്ടാം പിണറായി മന്ത്രിസഭാ രൂപീകരണത്തിലൂടെ അദ്ദേഹം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു. ബി.ജെ.പിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഇടമാണ് നേമം. എന്നിട്ടും എന്തുകൊണ്ട് ഈ മണ്ഡലത്തിൽ ബി.ജെ.പി. തോറ്റു? ഇത് സംബന്ധിച്ച് ധാരാളം വാദഗതികൾ ഈ കാലയളവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് 2011 മുതൽ ഈ മണ്ഡലം UDF ഘടക കക്ഷിക്കാണ് നൽകിയിരുന്നത്. 2011-ൽ SJD സ്ഥാനാർത്ഥി ചാരുപാറ രവിയാണ് ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അന്ന് CPM സ്ഥാനാർത്ഥിയായി വി. ശിവൻകുട്ടിയും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഒ. രാജഗോപാലും മത്സരിക്കുകയായിരുന്നു. അന്ന് 6415 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ശിവൻകുട്ടി വിജയിച്ചു. അന്ന് UDF സ്ഥാനാർത്ഥിയായ ചാരുപാറ രവി നേടിയത് 20,248 വോട്ടുകളായിരുന്നു. തൊട്ടടുത്ത തവണ, അതായത് 2016-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്കും ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കും മാറ്റമില്ലായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് JDU-വിലെ സുരേന്ദ്രപിള്ളയായിരുന്നു. അന്ന് 8675 വോട്ടുകൾക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥി ഒ. രാജഗോപാൽ CPM സ്ഥാനാർത്ഥി വി. ശിവൻകുട്ടിയെ തോൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ബി.ജെ.പി. വിജയിച്ചതല്ല അന്ന് ഏറെ ചർച്ചാ വിഷയമായത്. UDF സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻപിള്ള അന്ന് നേടിയ വോട്ടാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. വെറും 13,860 വോട്ടുകൾ മാത്രമാണ് അന്ന് സുരേന്ദ്രപിള്ള നേമത്ത് നേടിയത്. എന്തുകൊണ്ട് ഈ മണ്ഡലത്തിൽ ബി.ജെ.പി. ജയിച്ചു എന്നുള്ളതിന് ഉത്തരമായി ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാണിക്കുന്നതും ഈ ഒരു സംഗതി തന്നെയാണ്. ഈ സംഭവം ഏറെ ചർച്ചാ വിഷയമായതുകൊണ്ടാകണം 2021-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ മണ്ഡലം ഏറ്റെടുക്കുകയും സ്ഥാനാർത്ഥിയായ കെ. മുരളീധരൻ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുകയും ചെയ്തു. മുരളീധരൻ അവിടെ മത്സരിക്കാനെത്തിയത് വെറുതെയല്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏകദേശം മുഴുവൻ വോട്ടുകളും പിടിച്ചെടുക്കുകയായിരുന്നു. 36,254 വോട്ടുകളാണ് അന്ന് അദ്ദേഹം നേടിയത്. അതുകൊണ്ട് തന്നെ വി. ശിവൻകുട്ടി മണ്ഡലത്തിലന്ന് വിജയിക്കുകയായിരുന്നു. 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഈ ചോദ്യം ഉയരാൻ കാരണമുണ്ട്. നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടി ഇത് 3-ാം തവണയാണ് മത്സരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ഒരു നിർദ്ദേശം ഉയർന്നിരുന്നു. തുടർച്ചയായി 3 തവണ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശിവൻകുട്ടി മണ്ഡലത്തിൽ നിന്നും ഇത്തവണ മാറി നിൽക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി ആര് എത്തും എന്നുള്ളതാണ് ചോദ്യം. നിലവിലെ MLA വി. ശിവൻകുട്ടിയെ സംബന്ധിച്ച് നേമം മണ്ഡലം സ്വന്തം മണ്ഡലം പോലെയാണ്. മാത്രമല്ല, വ്യക്തിപരമായ ബന്ധങ്ങളും അദ്ദേഹത്തിന് അവിടെയുണ്ട്. അതിനൊപ്പം തന്നെ പാർട്ടിയുടെ സംഘടനാ ബലം കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുങ്ങുകയായിരുന്നു. നേമം മണ്ഡലത്തെ സംബന്ധിച്ച് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരിടം കൂടിയാണ്. കാരണം ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള, അതായത് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആവശ്യമായ ജനപിന്തുണ മണ്ഡലത്തിലുണ്ട്. 2016-ൽ അത് നമ്മൾ കണ്ടതുമാണ്. 2021-ൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ വോട്ട് വിഹിതം താഴാതെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞു. ഇതിൽ നിന്ന് നേമം മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ടുകൾ ഉറച്ചതാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 2016-ൽ കോൺഗ്രസ് അനുകൂലമായ കുറേയേറെ വോട്ടുകൾ ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ 2021-ൽ കോൺഗ്രസിന് ശക്തനായ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ ആ വോട്ടുകൾ തിരിച്ചു വരികയും അത് ബി.ജെ.പിയുടെ പതനത്തിന് കാരണമാവുകയും ചെയ്തു. അതോടുകൂടിയാണ് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചത്. 2026-ലും കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ഉറപ്പായും ഈ മണ്ഡലം ബി.ജെ.പിക്ക് അനുകൂലമായി ഒരുപക്ഷെ മാറിയേക്കാം എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.
വി ശിവൻകുട്ടി മണ്ഡലം ഒഴിയുകയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് ആരാണെന്ന ചോദ്യമാണല്ലോ ഇപ്പോൾ ഉയരുന്നത്. അത് മറ്റാരുമല്ല, തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനാണ്. കോർപ്പറേഷൻ മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റതു മുതൽ നിരവധി വിമർശനങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും അവർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. എങ്കിലും CPMനെ സംബന്ധിച്ച് ആര്യ രാജേന്ദ്രൻ തന്നെയാണ് നേമം മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യ എന്നാണ് കരുതപ്പെടുന്നത്. മുൻ കോർപ്പറേഷൻ മേയർ വി ശിവൻകുട്ടി പിൽക്കാലത്ത് MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും MLA ആയി തുടർന്ന് മന്ത്രിയാവുകയും ചെയ്തതുപോലെ. മറ്റൊരു ഉദാഹരണം എടുത്താൽ കഴിഞ്ഞ കോർപ്പറേഷൻ മേയർ VK പ്രശാന്ത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും തുടർന്ന് വട്ടിയൂർക്കാവിൻ്റെ MLA ആവുകയും ചെയ്തതുപോലെ ആര്യ രാജേന്ദ്രനെയും പാർട്ടിയുടെ പ്രതിനിധിയായി ഉയർത്തിക്കൊണ്ടുവരുവാനാണ് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ശ്രമം. 2011 നിയോജക മണ്ഡലത്തിൻ്റെ നിർണയത്തിനു ശേഷം തിരുവനന്തപുരം നഗരസഭയിലെ 37 മുതൽ 39 വരെ വാർഡുകളും 48 മുതൽ 58 വരെ വാർഡുകളും 61 മുതൽ 68 വരെ വാർഡുകളും നേമം നിയോജക മണ്ഡലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ എന്ന രീതിയിൽ ആര്യ രാജേന്ദ്രൻ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പേർക്കും പരിചിതയാണ്. വി ശിവൻകുട്ടിക്ക് പകരമായി ആര്യ രാജേന്ദ്രൻ മത്സരിക്കാൻ എത്തുമ്പോൾ പ്രതിബന്ധമായി ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്തവളാണ് എന്നുള്ള വിമർശനമാണ്. കാരണം CPMൻ്റെ പോഷക സംഘടനയായ ബാലസംഘം വഴിയാണ് ആര്യ രാജേന്ദ്രൻ രാഷ്ട്രീയത്തിലെത്തുന്നത്. ഒരു ബാലസംഘം മെമ്പർ എന്ന നിലയിലുള്ള പക്വതയില്ലായ്മ മേയർക്കുണ്ട് എന്നാണ് വിമർശകർ പറയുന്നത്. എന്നാൽ ഈ വിമർശനം ഉന്നയിക്കുന്നവർ ബാലസംഘം എന്ന സംഘടനയുടെ സംഘടനാ രീതി അറിയാത്തത് മൂലമാണ് എന്നുള്ളതാണ് മറുഭാഗം ഉന്നയിക്കുന്ന വാദം. കാരണം ബാലസംഘത്തിന് 2 തരത്തിലുള്ള ഭാരവാദിത്വമാണുള്ളത്. ഒന്ന് ബാലസംഘം ഭാരവാദിത്വവും 2 രക്ഷകർതൃ ഭാരവാദിത്വവും. CPM അംഗങ്ങളും CPMൻ്റെ യുവജന സംഘടനയായ DYFIയിലും മറ്റ് പോഷക സംഘടനകളിലും ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ബാലസംഘം രക്ഷകർതൃ ഭാരവാദിത്വത്തിൽ എത്തുന്നത്. യഥാർത്ഥ ബാലസംഘം കമ്മിറ്റി രക്ഷകർതൃ സമിതിയുടെ പിന്തുണയോടെയാണ് നയിക്കപ്പെടുന്നത്. എന്നാൽ രക്ഷകർതൃ സമിതിയിൽ എത്തുന്നവരെ ബാലന്മാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് സാധാരണയായി ഇവിടെ ഉയരുന്നത്. ഇതിൻ്റെ ഭാഗം തന്നെയാണ് ആര്യ രാജേന്ദ്രനെതിരെയുള്ള വിമർശനമെന്നാണ് എതിർ ഭാഗത്തിൻ്റെ വാദം എന്നുള്ളത് കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആര്യ രാജേന്ദ്രനും ഭർത്താവും KSRTC ബസ് വഴിയിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നത്. എന്നാൽ ഈ വിമർശനങ്ങൾ കൂടുതലും ഉയർന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് പ്രധാനമായും കോർപ്പറേഷനിലെ പ്രതിപക്ഷമായ BJPയുടെ വിമർശനങ്ങളായിരുന്നു. നേമം മണ്ഡലത്തിൽ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചാൽ വിജയിക്കുമോ എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധി പേർ സംശയവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നേമം മണ്ഡലത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം CPM സംഘടനാ സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരിടം കൂടിയാണ് ഈ മണ്ഡലം. CPMൻ്റെ കേഡർ സംവിധാന സ്വഭാവമനുസരിച്ച് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രീതി. ആര്യ രാജേന്ദ്രൻ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുകയാണ് എങ്കിൽ അവരുടെ ജയപരാജയങ്ങൾ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയെയും അതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും ആശ്രയിച്ചിരിക്കും. വിവിധ സാഹചര്യത്തിൽ നേമം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 3 പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. മണക്കാട് സുരേഷ്, BR ഹരി, വീണ S നായർ എന്നിവരുടെ പേരുകളാണവ. BJP സ്ഥാനാർത്ഥിയായി ഈ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. രാജഗോപാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കിയ സ്ഥിതിക്ക് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് കുമ്മനം രാജശേഖരനായിരുന്നു. എന്നാൽ ഇത്തവണ കുമ്മനം രാജശേഖരൻ മത്സരിക്കില്ലെന്നും പകരം മറ്റാരെങ്കിലും ആയിരിക്കും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുകയെന്നുമാണ് സൂചനകൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ആര്യ രാജേന്ദ്രൻ അവിടെ മത്സരിച്ചാൽ വിജയിക്കും എന്നു തന്നെയാണ് CPM പ്രതീക്ഷ.